Good evening all. Am I audible? റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കമന്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ആരെങ്കിലും മെസ്സേജ് ചെയ്തേ? സൗണ്ട് ഓക്കെ അല്ലേ? Okay. So this is the first inorganic class that we are having. അപ്പം ജനറൽ ആയിട്ട് പറയാനുള്ള കാര്യം ഇതാണ്. നമ്മളുടെ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞു, ദെൻ ഫിസിക്കലിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞു, പിന്നെ ഓർഗാനിക് കഴിയും. ദെൻ ഇന്ന് ഈവനിങ്ങിൽ അഡ്മിഷൻ ഫോം സർക്കുലേറ്റ് ചെയ്യും. ഇൻ ദ സെൻസ് നിങ്ങൾ ആരാണോ നമുക്ക് ഇപ്പോൾ ഈ ഡെമോ അല്ലാതെ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവരത് ഫില്ല് ചെയ്യുക. അതൊരു ഫില്ലിംഗ് പ്രോസസ്സ് മാത്രമാണ്, ജസ്റ്റ് ടു സീ ദാറ്റ് വി ഹാവ് ടു മേക്ക് ഇറ്റ് ലിറ്റിൽ ബിറ്റ് മോർ ഓർഗനൈസ്ഡ്. ഓക്കെ, ഫീ പേയ്മെന്റിന് നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് ഈ മന്ത് എൻഡ് വരെ സമയമുണ്ട്. നിങ്ങൾ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങളിപ്പം പൈസ തന്നിട്ട് ക്ലാസ് കേൾക്കുക എന്നുള്ളതല്ല നമ്മുടെ രീതി. നമ്മൾ ആ പ്രോസസ്സ് അങ്ങ് ഫോർമലൈസ് ചെയ്യുന്നേ ഉള്ളൂ. ആസ് യു ഓൾ നോ, ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ 50 പേരോളം ഉണ്ട്. പക്ഷെ ക്ലാസ് വയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ എത്ര പേര് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അത് നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യല് പ്രാക്ടിക്കൽ അല്ല. നമ്മൾ വന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓഫ് കോഴ്സ് അതിൽ ഡെമോ ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തോട്ടുള്ളത് കൊണ്ടാവാം. അപ്പം നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എത്ര ആളാണെങ്കിലും യു വിൽ കണ്ടിന്യൂ ദ ക്ലാസ് ആൻഡ് യു വിൽ കണ്ടിന്യൂ അൺടിൽ HSST എക്സാമിനേഷൻ. ആസ് യു ഓൾ നോ, തുടക്കത്തിൽ അത് വീക്കെൻഡ് ആയിട്ടുള്ള സാറ്റർഡേ സൺഡേ മാത്രമുള്ള ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നിങ്ങൾ സബ്ജക്റ്റിൽ ഗ്രിപ്പ് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളതിൻ്റെ നമ്പർ കൂടും. Then it all depends on the notification of HSST. Slow and steady wins the race എന്ന് പറയുന്ന പോലെ ബേസിക്സ് മുതൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ HSST എക്സാമിനേഷൻ മാത്രമല്ല, റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കെമിസ്ട്രി എക്സാമിനേഷൻസും, ഇൻക്ലൂഡിങ് the one that we are having with the geoscientist and geologist, VSSC examination. VSSC-ലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും. അവർ പ്യൂർലി മെറിറ്റ് ബേസ്ഡ് ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അവരുടെ ഇന്റർവ്യൂ ഇത്തിരി കട്ടിയാണെന്നേ ഉള്ളൂ. കട്ടിയാവുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ? ദേ വിൽ ലാസ്റ്റ് ഫോർ ദ ബേസിക്സ്. നമ്മൾ പഠിച്ചു പോയിട്ട് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല, അവിടെ പൊളി. അപ്പൊ അതിന് ഫണ്ടമെന്റൽസ് ആണ് എവിടെയും നമുക്ക് ആവശ്യം. PSC ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷകൾക്കും ഫണ്ടമെന്റൽസ് തന്നെ ആവശ്യം. പക്ഷെ PSC പരീക്ഷ കുറച്ചും കൂടി മെമ്മറി ബേസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള തോന്നലുണ്ടായിരുന്നു ഇതുവരെ. കുറച്ച് ട്രെൻഡ് മാറി തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഫോറൻസിക്കിന്റെ പരീക്ഷയൊക്കെ നല്ല നിലവാരം പുലർത്തിയ പരീക്ഷകളാണ്. നമ്മൾ HSST എന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളതൊരു ക്ലീൻ സ്വീപ്പാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു 4 months എങ്കിലും നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതുന്ന എല്ലാ PSC പരീക്ഷകളും, ഐ മീൻ ദ എക്സാമിനേഷൻ വിത്ത് കെമിസ്ട്രി സബ്ജക്ട് വിൽ ബി ഡിഫറെന്റ്. നിങ്ങൾക്ക് അതിലൊരു നിങ്ങളുടേതായിട്ടുള്ള ഒരു പെർഫോമൻസ് അതിൽ നിങ്ങൾ കാണിക്കുമെന്ന് അത്രയും ഉറപ്പുണ്ട്. ദെൻ HSST നമ്മുടെ ഫൈനൽ ഗോളാണ്. കാരണം അതിൽ ഏറ്റവും ലേറ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതിൽ HSST ആണ്. ഇൻ ബിറ്റ്വീൻ കെമിസ്ട്രി അനലിസ്റ്റ് അങ്ങനെയുള്ള പരീക്ഷകൾ, ഫിംഗർ പ്രിന്റ് ബ്യൂറോ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസ്, ദെൻ എക്സാമിനേഴ്സ് ലബോറട്ടറീസിലേക്കുള്ള എക്സാമിനേഷൻസ്. ഫോറൻസിക് ഇനി വരില്ല തോന്നും, ബിക്കോസ് തവണ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, വേക്കൻസീസ് ഉണ്ടായിരുന്നു. അപ്പം അതുവരെയുള്ള എല്ലാ കെമിസ്ട്രി പരീക്ഷകളുമാണ് ചേർത്ത് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നത്. ആസ് വി ഓൾ നോ, HSST-യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടതാകെ 2018 പേപ്പർ മാത്രമാണ്. പക്ഷെ ആ പേപ്പർ സോൾവ് ചെയ്ത് പഠിച്ചിട്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. നമ്മൾ നോക്കേണ്ടത് അതിലത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ആ പാറ്റേണിൽ വരുന്ന എല്ലാ പേപ്പറുകളും നമുക്ക് പോസിറ്റീവാണ്, നമുക്ക് ഉപയോഗിക്കാം, ഇൻക്ലൂഡിങ് പേപ്പേഴ്സ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻസ്. നിങ്ങളത് എൻട്രൻസ് ആണോ നമ്മൾ പഠിക്കണമെന്നുള്ള തോന്നലൊന്നും വേണ്ട. നിങ്ങൾ സബ്ജക്ട് എക്സ്പേർട്ട് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നീറ്റ് JEE ക്വസ്റ്റ്യൻസും കൂടി വർക്ക്ഔട്ട് ചെയ്യാൻ സമയം കണ്ടെത്തിയാൽ ദാറ്റ് വുഡ് ബി റിയലി ഗ്രേറ്റ്. നിങ്ങൾ ചിലപ്പം നീറ്റ് JEE ക്ലാസ് എടുക്കുന്നവരൊക്കെ ഉണ്ടാവും, നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. അല്ലാത്തവർ ഒരു നീറ്റിന്റെ ബുക്ക് ഒന്ന് പർച്ചേസ് ചെയ്യുക, സെക്കൻഡ് ഹാൻഡ് ബുക്സ് വാങ്ങിയാൽ മതി. ഒരു അറൗണ്ട് പകുതി പൈസയ്ക്കൊക്കെ അത് കിട്ടും. അത് വാങ്ങിക്കുക. എന്നിട്ട് പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ, ഹയർ സെക്കൻഡറിയിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ, ക്വസ്റ്റ്യൻസ് പലതരത്തിലാണ് ചോദിക്കുക. അതിൽ ഇഫ് ദ കൺസെപ്റ്റ് ഈസ് ടഫ് ഓർ കൺസെപ്റ്റ് ഈസ് അഡ്വാൻസ്ഡ്, ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി ഡയറക്റ്റ് ആയിരിക്കും. Advanced concept, for example, rotational constant of rotation spectroscopy,
ദെൻ കപ്ലിംഗ് ഇൻ NMR. ഇവിടെ നിന്ന് ഇൻഡയറക്റ്റ് പോയില്ല, കാരണം അത് നമ്മളൊരു ഡിഗ്രി ലെവലിന് മുകളിലാണ് പഠിച്ചു തുടങ്ങുന്നത് തന്നെ. അതേസമയം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി, മേ ബി ഹൈബ്രിഡൈസേഷൻ, then stability of intermediate of organic chemistry, then സിമ്പിൾ ആയിട്ട് പറയാവുന്ന മറ്റൊന്ന് ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് ഇൻ കെമിക്കൽ ബോണ്ടിങ്. ഈ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മൾ വളരെ ലോവർ ക്ലാസ്സസ് മുതൽ പഠിച്ചു തുടങ്ങുന്നതാണ്. അവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വിൽ ബി കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ ഒരു വില ഉണ്ടാവില്ല ആൾക്കാർ. അപ്പൊ ഒന്നുകിൽ അവര് നമ്മൾ ആ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിക്കാത്ത ലെവലിലേക്ക് ക്വസ്റ്റ്യൻ പോകും, അഡ്വാൻസ്ഡ് പാർട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്പം കൺഫ്യൂസ് ചെയ്യും, ട്വിസ്റ്റ് ചെയ്യും ക്വസ്റ്റ്യൻ. PSCക്കൊന്നും അത്ര ട്വിസ്റ്റ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിലും മേ ബി ദേ വിൽ മിക്സ് 1 or 2 കൺസെപ്റ്റ്സ് ആൻഡ് മേക്ക് ക്വസ്റ്റ്യൻസ്. മനസ്സിലായി? അപ്പം എപ്പോഴും ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ അതിനർത്ഥം കൺസെപ്റ്റ് ഈസി ആണെന്നാണ്. ക്വസ്റ്റ്യൻ വളരെയധികം ലെങ്തി ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒരല്പം അവരെന്തോ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതേസമയം സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി അത് ഒരു അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിൽ നിന്നായിരിക്കും. സോ പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾക്ക് എന്തും ഉപയോഗിക്കാം. അതിൽ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറോ JEE ക്വസ്റ്റ്യൻ പേപ്പറോ അവരുടെ നോട്ട്സോ വട്ടെവർ, നമുക്ക് ഇവിടെ ഏത് റൂട്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാൽ JEE സ്റ്റാൻഡേർഡിൽ നിൽക്കരുതെന്ന് മാത്രം. JEE സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അറിയാം, അണ്ടർ ഗ്രാജുവേറ്റിന് താഴെയാണ് JEE കിടക്കുന്നത്. ചിലപ്പം ഓഫ് കോഴ്സ് നമ്മുടെ സിസ്റ്റം അനുസരിച്ച് അണ്ടർ ഗ്രാജുവേറ്റിന് മുകളിൽ നിൽക്കും, അത് വേറെ കാര്യം. എന്നാലും അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രാക്ടീസിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എക്സാം ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, പഠിച്ചത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ നമ്മുടെ മനസ്സിൽ പതിയുക. അതേ നമ്മളൊരു കാര്യം മഗ് ചെയ്തിട്ട് കാര്യമില്ല, ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ് കാര്യമില്ലാത്തതെന്ന് പറയാൻ കാരണം, നമുക്ക് പരീക്ഷ അടുത്ത മാസം അല്ല വരുന്നത്. ഇന്നിപ്പോ നമ്മള് മേ ബി ഫ്രം നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് we will start with the chemical periodicity, we will start with quantum numbers. ക്വാണ്ടം നമ്പറിന്റെ എല്ലാ കഥകളും നമ്മൾ അന്നേരം പറയും, അടുത്ത ആഴ്ച പ്രോബ്ലം ചെയ്യും, നിങ്ങൾ എല്ലാതും ഓർക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് ഓരോ മാസം കഴിയുമ്പോൾ പുതിയ പുതിയ ചാപ്റ്റേഴ്സ് വരും. അതിനുശേഷം ഒരു 5 മാസത്തിന് ശേഷം വീണ്ടും ക്വാണ്ടം നമ്പർ വരുമ്പോൾ ആദ്യം പഠിച്ച അതേ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ ആവുള്ളൂ. മാരത്തൺ റേസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആ മൊമെന്റം എത്തിക്കഴിഞ്ഞാൽ അതിൽ റൺ ചെയ്യാൻ നോക്കണം. ദാറ്റ് മീൻസ് യു ഡോണ്ട് ഹാവ് ടു ലൂസ് ഇറ്റ്. അപ്പൊ അതുപോലെ കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇത് എളുപ്പമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ HSSTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തില് ഒരുപാട് എന്താ പറയാ സൈഡ് എക്സാമിനേഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ. PSCയുടെ ഒക്കെ ഏറെക്കുറെ പേപ്പറിന്റെ ഒക്കെ ഒരു പാറ്റേൺ സെയിം ആണ്. അപ്പൊ ആ ധൈര്യത്തിൽ ഇരിക്കുക. ലോങ് ടേം പ്രോസസ് ആണെന്ന് വിചാരിച്ചിട്ട് ടഫാന്ന് തോന്നേണ്ട കാര്യമില്ല. നമ്മുടെ HSST ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്രയും ഡ്യൂറേഷൻ നമുക്ക് ആവശ്യമുള്ളത്. ഇൻ ബിറ്റ്വീൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റും, നമുക്ക് കവർ ചെയ്യാം. അടുത്തൊരു പരീക്ഷ എഴുതുമ്പോൾ ഇതുവരെ എഴുതാത്തതിലും ഏറ്റവും നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടി ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുക, അതിനെ നന്ന് തന്നെ പഠിച്ചു തീർക്കുക. അടുത്ത ആഴ്ച ക്ലാസ്സിന് മുമ്പ്, അടുത്ത ആഴ്ച ക്ലാസ് നേരത്തെ പറയും ഏതൊക്കെയാണ് സബ്ജക്റ്റ് എന്നുള്ളത്. നേരത്തെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിൽ കയറിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വേറൊരു രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് ടൈം നമ്മൾ ക്ലാസ്സിൽ കേൾക്കുമ്പോൾ അത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ അറിയാത്തൊരു ടോപ്പിക്ക് നേരെ പഠിപ്പിക്കണം. ഓഫ്കോഴ്സ് PG കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അറിയാത്ത ടോപ്പിക്കുകൾ ഉണ്ടാവില്ല, എന്നാലും മറന്നുപോയിട്ടൊരു ടോപ്പിക് ഫ്രഷ് ആയിട്ട് കേൾക്കുന്നു. അതേസമയം നമ്മൾ തലേദിവസം ഇരുന്ന് അത് എന്താണെന്ന് ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിട്ട് ക്ലാസ്സിൽ കയറിയിരിക്കും. രണ്ടാമത്തെ കേസിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലേക്ക് കയറും. അല്ലെങ്കിൽ നമ്മളത് കുറേ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ആ സർപ്രൈസ് എലിമെന്റിൽ കുറേയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മിസ്സാവും. നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാം. റെക്കോർഡഡ് ക്ലാസ് എന്തിനാന്ന് വെച്ചാൽ മിസ്സായിട്ടുള്ള ക്ലാസ്സസ് വീണ്ടും കേൾക്കുക എന്നുള്ളതും, പ്ലസ് ക്ലാസ് തന്നെ മിസ്സായിട്ടില്ലെങ്കിലും ഒരു തവണ കൂടി കേൾക്കാനുള്ള സൗകര്യത്തിനാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ തന്നെ സെർവറിൽ അവൈലബിൾ ആവും ഫോർ എ വീക്ക്. അതുകൊണ്ട് ഫീൽ ഫ്രീ ടു സ്റ്റഡി വെൽ. നമ്മൾ എന്തായാലും ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ട സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു അക്കരെ കണ്ടിട്ടേ കയറാൻ പാടുള്ളൂ. അതൊരു നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തൊരു സാധനം അച്ചീവ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം ഒന്ന് വേറെയാണ്. വഴിയെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി ഒരു പരീക്ഷ ജോലിക്ക് കയറുന്നതും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തൊരു ജോലിക്ക് കയറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസിൽ അത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ,
അപ്പം ഇന്ന് ആഫ്റ്റർ ദിസ് ക്ലാസ് ഐ വിൽ സ്റ്റാർട്ട് ദ അഡ്മിഷൻ ഫോം. സോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് ഫില്ല് ചെയ്യുക. അടുത്ത ക്ലാസ്സും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാവും, കുറച്ച് അപ്ഡേറ്റുകളും കൂടെ അതിൽ വരും. ദെൻ സൺഡേ ഓൺവേർഡ്സ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. സാറ്റർഡേ ഓർഗാനിക് കെമിസ്ട്രിയോട് കൂടി ഡെമോ അവസാനിക്കും. മോസ്റ്റ് പ്രോബബ്ലി അഡ്മിഷൻ ഫോം എടുത്തവർക്ക് മാത്രമായിട്ട് ക്ലാസ്, പിന്നെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. ആസ് യു ഓൾ നോ, അങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, so if you have any questions, confusions, queries, feel free to leave me a message. നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ഒരു ആദ്യത്തെ ഒരു എനർജിക്ക് ചാടി പുറപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഇറ്റ്സ് എ ലോങ് റൺ. കുറച്ച് ക്ഷമ വേണം. ദെൻ കുറച്ചധികം നമ്മൾ എന്താ പറയുക, സെൽഫ് മോട്ടിവേഷൻ വേണം. ഡിസ്ട്രാക്ഷൻ ആവുന്ന സമയത്ത് നമ്മൾ ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് ചോദിക്കണം. ഹെൽപ്പ് ചോദിക്കുകയും വേണം, ഹെൽപ്പ് കൊടുക്കുകയും വേണം, രണ്ടും ആവശ്യമാണ്. അങ്ങനെ ഒരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോയാൽ കോൺകർ ചെയ്യാൻ പറ്റാത്ത ഒന്നും ലോകത്തിലില്ല. ദെൻ ഈസി ആയിട്ട് ഒന്നും വിചാരിക്കരുത്. വി വിൽ മേക്ക് ഇറ്റ് ഈസി ബൈ അവർ ഹാർഡ് വർക്ക് ആൻഡ് സ്ട്രാറ്റജീസ്. അല്ലാതെ എന്താ പറയാ, വളരെ പെട്ടെന്ന് ഒരു ക്രാഷ് കോഴ്സ് കൊണ്ടൊന്നും ഇത് എന്താ പറയുക HSST ക്ലിയർ ചെയ്യുമെന്ന് ആരും വിചാരിക്കരുത്. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ അതിനുള്ള ടാലന്റ് നിങ്ങൾ ഓൾറെഡി, നിങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കണം. എല്ലാം പഠിച്ചു കഴിഞ്ഞു, ദെൻ എല്ലാം യു ആർ റെഡി ടു ഫേസ് ദ എക്സാമിനേഷൻ. അന്നേരമാണ് 3 മാസം സമയം കിട്ടിയത്. ദെൻ നിങ്ങൾ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ഇഫ് യു ആർ ഹാവിംഗ് എ ബ്രേക്ക്, യു ആർ ബിസി വിത്ത് യുവർ ഫാമിലി, ദെൻ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് ജനറൽ ആയിട്ട് പറയാനുള്ളത്. ഇന്ന് നമ്മൾ ഡെമോ ക്ലാസിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. HSST എക്സാമിനേഷനിൽ നേരിട്ട് ഇതിന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ എക്സാമിനേഷനിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ലോങ് റണ്ണിൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും ആവശ്യം വരുന്ന ഒരു ഭാഗമാണ് അയണൈസേഷൻ എനർജി. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അയണൈസേഷൻ എനർജിയാണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടൊന്നും തന്നെ പഠിപ്പിച്ചു തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. ഡെമോ എന്ന് പറഞ്ഞിട്ട് ടഫ് ടോപ്പിക് കൊണ്ടിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് വാണ്ട് ടു ഷോ യു ഹൗ വി ആർ ഡീലിംഗ് ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം. അതാണ് ഡെമോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അയണൈസേഷൻ എനർജി, അങ്കിത മിസ്സിന്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ ഭംഗിയൊന്നും എനിക്ക് ഉണ്ടാവില്ല, ഫോർഗീവ് മീ. ഓക്കെ, ദെൻ എല്ലാവർക്കും അറിയാം അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞ പ്രോസസ് എന്താണെന്നുള്ളത്. ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ ഫസ്റ്റ്. സ്ക്രീൻ വിസിബിൾ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. രണ്ടും എനിക്ക് ഒരേപോലെ തന്നെ കാണാവുന്നതാണ്. സോ ഫീൽ ഫ്രീ ടു ഡു ദാറ്റ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങൾ മെസ്സേജിൽ കൂടെ റെസ്പോണ്ട് ചെയ്താലും മതി. സോ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അയണൈസേഷൻ. അയണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രോസസ് ഓഫ് അയണൈസേഷൻ കണ്ടുപിടിച്ചത് പണ്ടത്തെ എക്സ്പെരിമെന്റുകളിൽ നിന്നാണ്. ഏതാ പണ്ടത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്? ഇലക്ട്രോൺ ഇൻവെന്റ് ചെയ്ത എക്സ്പെരിമെന്റ് ഇല്ലേ, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ്. അവിടെ നിന്നാണ് പ്രോസസ് ഓഫ് അയണൈസേഷൻ വരുന്നത്. എന്താ അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു അറ്റോമിക് സിസ്റ്റം കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. This is the nucleus and it contains several layers of electrons. ഞാനിത് പണ്ടത്തെ ഒരു പ്രിമിറ്റീവ് മോഡൽ വരയ്ക്കണമെന്നേ ഉള്ളൂ. ആദ്യത്തേതിൽ നമുക്ക് 2 ഇലക്ട്രോൺ ഉണ്ടാവും, പിന്നത്തേതിൽ നമുക്ക് മാക്സിമം 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിൽ ഞാൻ ഏതെങ്കിലും റാൻഡം ആയിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ. So these are actually electrons. And the ionization energy is something like this. We are giving some energy and expelling this electron. എനർജി എന്ന് പറയുമ്പോൾ ഇത് ഫോട്ടോൺ കൊടുത്തിട്ട് തന്നെ ആവണം എന്നൊന്നുമില്ല. ഫോട്ടോൺ കൊടുക്കാം, ഹീറ്റ് കൊടുക്കാം, എങ്ങനെ കൊടുത്താലും ഈ എനർജി അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ എക്സ്പെല്ലിംഗ്. സോ in definition we can write it like it is the energy required to what? Remove loosely bound electron. To be precise, it is most loosely bound electron. From where? From an isolated gaseous atom or ion.
അയണൈസേഷൻ ന്യൂട്രൽ ആറ്റത്തിന് മാത്രമെന്ന് വിചാരിക്കരുത്, അയോൺസിനും അയണൈസേഷൻ പോസിബിൾ ആണ്. ഏതാണോ അവിടെ ആ കണ്ടീഷനിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളെയും നമുക്ക് അയണൈസേഷൻ എന്ന കാറ്റഗറിയിൽ പെടുത്താം. ദെൻ എനർജിയാണ്, ഇതൊരു എനർജി വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇലക്ട്രോൺ വോൾട്ടിലാവാം, അല്ലെങ്കിൽ കിലോ ജൂൾ പെർ മോളിലാവാം. പലതരത്തിൽ നമ്മളത് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സ് നമ്മൾ ഇതിൽ രണ്ടും ഉപയോഗിക്കാറുണ്ട്. സോ ഇറ്റ്സ് എൻ എനർജി ടേം. ദെൻ വൈ ദിസ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ? എന്താ ഇതിന്റെ ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എനർജി കൊടുക്കുമ്പോൾ സിസ്റ്റം എപ്പോഴും ആ എനർജി കൺസ്യൂം ചെയ്യുന്നത് ലോവസ്റ്റ് എനർജി സിസ്റ്റത്തിൽ നിന്നാണ്. ഏറ്റവും ഫ്രീ ആയിട്ടുള്ളതാണ് ആദ്യം ബൗൺസ് ഓഫ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ വീട് ക്ലീൻ ചെയ്യാന്ന് വിചാരിക്കും, നിങ്ങളുടെ മേത്ത് കുറെ ഡസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന പരിപാടി മേത്ത് തട്ടിയിട്ട് ഡസ്റ്റ് കളയലാണ്. നിങ്ങളുടെ മേത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള അഴുക്കതിൽ പോവും ഇല്ല. ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ പോകുന്നത്. കൂടുതൽ ശക്തിയിൽ തട്ടിക്കഴിഞ്ഞാലും ആദ്യം പോകുന്നത് ലൂസ്ലി ബൗണ്ട് തന്നെയായിരിക്കും. ദെർ ആർ സം സ്പെസിഫിക് എക്സ്പെരിമെന്റ്സ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഇതാ ഉള്ളിൽത്തവനെ പറപ്പിച്ച് കളയുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ടോട്ടലി ഡിഫറെന്റ് സിസ്റ്റം. പക്ഷെ അങ്ങനെ സംഭവിച്ചാലും നെക്സ്റ്റ് ഇവന്റിൽ എന്ത് സംഭവിക്കും? തൊട്ട് മുകളിലുള്ളവർക്കും താഴേക്ക് കൊണ്ടുവരും ബൈ എമിറ്റിംഗ് ഫോട്ടോ. അത് വേറൊരു ഇവന്റ് ആണ്. അത് ഇതുമായിട്ട് കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു ഇതെന്താണ് സാർ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ മാത്രമേ പോകുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഔട്ടർ മോസ്റ്റ് അല്ലാത്തതിനും പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ മറ്റൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതാണ് ഐസൊലേറ്റഡ് ഗ്യാഷ്യസ്. ഐസൊലേറ്റഡ് കണ്ടീഷനിലാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഈ ഒരു തിയററ്റിക്കൽ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാറുള്ളത്. വൈ വി നീഡ് ഐസൊലേഷൻ? ഐസൊലേഷന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ആറ്റം അസ്യൂം ചെയ്യുന്നു. ദിസ് ഈസ് ആറ്റം എ. ഇതിൽ ഇലക്ട്രോൺ ഉണ്ട്, സെന്ററിൽ നമുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പൊ നമ്മൾ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഷർ ഓഫ് attraction between nucleus and electron. It is a measure of attraction, that is force of attraction between nucleus and electron. ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ ഒരു മെഷർ ആണ് നമ്മളിപ്പോ ഈ പറയുന്ന അയണൈസേഷൻ എനർജി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് പറയാൻ എന്താണ്, ആസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്, ഫോഴ്സ് കൂടുന്ന സിറ്റുവേഷൻ എന്ത് സംഭവിക്കും? അയണൈസേഷൻ എനർജി ഓൾസോ ഇൻക്രീസസ്. കാരണം എന്താ? വി ഹാവ് ടു സപ്ലൈ മോർ എനർജി ടു ബ്രേക്ക് ദിസ് ബോണ്ട്. ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ എനർജി റിക്വയർമെന്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അതൊരു ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. സോ ഇമാജിൻ ഇഫ് യു ആർ ഹാവിംഗ് എൻ ആറ്റം എ ആൻഡ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, അയണൈസേഷൻ. ഇമാജിൻ അതിന്റെ വിസിനിറ്റിയിൽ വേറൊരു ആറ്റം ഉണ്ടെന്ന് വിചാരിക്കും. ഈ ആറ്റം ഒന്നുകിൽ എ ആവാം, അല്ലെങ്കിൽ ബി ആവാം, വേറെ ഏതെങ്കിലും. Could be same or different situation. And of course we know that in every atom we have nucleus as well as electron. So ഈ ആറ്റത്തിന്റെ പരിധിയിൽ, അതിന്റെ ഫീൽഡിൽ, ഇലക്ട്രോണിന്റെ ആ ഒരു റേഞ്ചിൽ വേറൊരാൾ വന്നാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? The force of attraction between nucleus and electron of atom A will be affected. തൊട്ടടുത്ത് വേറൊരാള് ഒരു നമ്മൾ പറയും വാൻഡർവാൾസ് റേഡിയയുടെ പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാൻഡർവാൾസ് റേഡിയനേക്കാളും കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ള പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ there will be some annihilation. നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പെർട്ടുർബേഷൻ. പെർട്ടുർബേഷൻ തിയറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. The energy levels got perturbed by the presence of this secondary or the foreign atom. പുറത്തുനിന്ന് വരുന്ന ഒരു ആറ്റത്തിന്റെ പ്രസൻസിൽ ഇതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിസ്റ്റർബ്ഡ് ആവും. എന്ന് വെച്ചാൽ മോസ്റ്റ് പ്രോബബിളി സംഭവിക്കാൻ സാധ്യതയുള്ള ഇവന്റ് എന്ന് പറയുന്നത് there will be electron repulsion. And as we all know, if electron got repelled, naturally the force of attraction will be lowered. അപ്പം ഐസൊലേറ്റഡ് സ്റ്റേറ്റിലാണ് ആ എനർജി എന്ന് പറയുന്നത് മാക്സിമം നിൽക്കുന്നത്. ദിസ് ഫോഴ്സ്, that is nucleus electron attraction, is maximum when atoms are isolated. ഐസൊലേറ്റഡ് സ്റ്റേറ്റിലാണ് ഈ ഒരു അട്രാക്ഷൻ മാക്സിമം സംഭവിക്കുന്നത്. ഓക്കെ, സോ
സോ ഒറ്റൊരാളുടെ പ്രസൻസിലാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ എക്സാക്ട് വാല്യൂ ഓഫ് ദിസ് അട്രാക്ഷൻ ടെക്നിക്കലി ഇറ്റ് ഷുഡ് ബി ഐസൊലേറ്റഡ്. ഇതാണ് ആ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഈ അയണൈസേഷൻ പ്രോസസ്സിൽ സംഭവിക്കുന്നത്? We can represent the process of ionization as an element M in gaseous state converts to an elemental ion M plus in gaseous state with an electron. ഇതിനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അതിന് വേണ്ട എനർജി റിക്വയർമെന്റിനെ നമുക്ക് എന്ത് പറയാം? ഇവിടെ പ്ലസ് ഇ എന്നൊന്നുകിൽ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് അവിടെ അതിന് വേണ്ട എൻതാൽപി ചേഞ്ച് ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഓഫ് IE1 എന്ന് നമ്മൾ എഴുതും. IE1 സ്റ്റാൻഡ്സ് ഫോർ ഫസ്റ്റ് അയണൈസേഷൻ എനർജി. വാട്ട് ഈസ് ഫസ്റ്റ് അയണൈസേഷൻ? ന്യൂട്രലിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് അയണൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ക്യാൻ ബി കണ്ടിന്യൂഡ് ലൈക്ക് ദിസ്. ഇഫ് ദർ ഈസ് one more electron removed from the system, you will get M2 plus ion in gaseous state plus 1 energy. Again, energy requiring process ആണത്. ഈ പ്രോസസ്സിന്റെ എൻതാൽപി ഡിഫറൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡെൽറ്റ എച്ച് ഓഫ് IE2 എന്ന് എഴുതാം. So this is a process that is happening like in a continuum, one by one ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാം, ചില എലിമെന്റുകൾ നമുക്ക് അറിയാലോ. ഇപ്പൊ കാൽഷ്യം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ you can imagine Ca in gaseous state converts to Ca2 plus in gaseous state plus 2 electron എന്നൊക്കെ നമുക്ക് എഴുതാം. As you all know, സെക്കൻഡ് ഗ്രൂപ്പിൽ നമുക്ക് ബൈവാലന്റ് അയോൺസ് ആണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ 2+ ഫോമിൽ Mg2 plus Ca2 plus ബെറിലിയം 2+ ഒക്കെ നമ്മൾ ഉണ്ടാവും. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോസസ്സുകളെ ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. This is actually happening in steps. ഒറ്റ സ്റ്റെപ്പിൽ നമുക്കൊരു പ്രോസസ്സിന്റെ എൻഡിൽ ചിലപ്പം ബൈവാലന്റ് അയോൺ ഉണ്ടായാലും 2 ഇലക്ട്രോൺ ഒരുമിച്ച് ഒരൊറ്റ എനർജിയിൽ റിമൂവ് ചെയ്യുന്ന ഇവന്റ്സ് ഇറ്റ്സ് വെരി വെരി റയർ ടു ഹാപ്പൻ. ഒരു മോളിക്യൂൾ അയണൈസ് ചെയ്യുമ്പോഴായാലും ശരി, ഒരു എലമെന്റ് അയണൈസ് ചെയ്യുമ്പോഴായാലും ശരി, അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ബിക്കോസ് ഓഫ് ദ ക്വാണ്ടിസേഷൻ ഓഫ് ദ എനർജി ലെവൽസ്. ഒരൊറ്റ എനർജിയിൽ 2 ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നടപ്പുള്ള കാര്യമല്ല. ബട്ട് ദർ ആർ സം സിറ്റുവേഷൻസ് ലൈക്ക് ദാറ്റ്. അത് നിങ്ങൾ ഈ ഫോട്ടോൺ മൾട്ടിപ്ലയർ ട്യൂബിലൊക്കെ നിങ്ങൾ അങ്ങനത്തെ ഇവന്റ്സ് കാണും. അതിന് വേറൊരു കാര്യം നടക്കുന്നുണ്ട്. ഓരോന്നിന്റെ ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വർക്ക് ചെയ്ത് ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടത്തിയിട്ടാണ് അങ്ങനെ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നത്. അത് നമുക്ക് പിന്നീട് ഇൻസ്ട്രുമെന്റേഷൻ സെക്ഷൻ ഡിസ്കഷന്റെ കൂട്ടത്തിലെങ്ങാനും കാണാം. നോർമലി അതൊന്നും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് കവർ ചെയ്യുന്ന ഭാഗങ്ങളാണ്. We will start with the highest priority ones. Okay. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു സീക്വൻഷ്യൽ പ്രോസസ് ആണ് എന്ന് മനസ്സിലാക്കുക. Then we have a generalization that is in general. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. We can say that first ionization energy is always lower than second ionization energy, which is always lower than third ionization energy. ഇതൊരു ജനറൽ നോഷൻ ആണ്, ജനറലൈസേഷൻ ആണ്. ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു ജാമ്യം എടുത്തിട്ടുണ്ട്. ചില സിറ്റുവേഷനിൽ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ റീസൺ ഫോർ ദാറ്റ്. ജനറലൈസേഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാവുന്നതല്ല, അതൊരു ട്രെൻഡാണ്. നമ്മൾ പറയില്ലേ, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ വേഗം ക്ലിയർ ആവും. അതൊരു ജനറലൈസേഷൻ ആണ്. എന്നാൽ നന്നായിട്ട് പഠിച്ചിട്ടും പരീക്ഷ ക്ലിയർ ആവാത്ത സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ടാവും. ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് തിങ്. പക്ഷെ അത് നന്നായിട്ട് പഠിച്ചാൽ പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നതിന് കാര്യമുണ്ട്. 10% ഷുവറിറ്റി ഒന്നും നമുക്ക് ഒരിക്കലും ലൈഫിലെ ഇവന്റ്സിന് കൊടുക്കാൻ പറ്റില്ല. എന്നതുപോലെ തന്നെ സബ്ജക്ട് വൈസും നമുക്കത് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ സബ്ജക്റ്റിൽ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. അതൊരു ലക്ക് ബേസ്ഡ് ഒന്നും ആയിരിക്കില്ല. മനസ്സിലായോ? അതാണ് സയൻസിന്റെ പ്രത്യേകത. സയൻസിന് എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ സയൻസ് ഈസ് റെഡി ടു ആക്സെപ്റ്റ് എക്സെപ്ഷൻസ് ആൻഡ് വി വിൽ ഡിഗ് ഫോർ ദ റീസൺസ്. എന്തുകൊണ്ട് സംഭവിക്കുന്നത് നമ്മൾ ഡിഗ് ചെയ്യും. എന്തുകൊണ്ടാണ് ഇവിടെ അയണൈസേഷൻ എനർജി സെക്കൻഡും തേർഡും ഒക്കെ ആവുമ്പോൾ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ Z effective. Z effective stands for effective nuclear charge. Effective nuclear charge in the Z effective അല്ലെങ്കിൽ
സി സ്റ്റാർ എന്നുള്ള ഒരു ടേമാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന്റെ ഒരു ഇൻക്രീസിനനുസരിച്ചിട്ടാണ് ഇവിടെ ഇത് സംഭവിക്കുന്നത്. എന്താണ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഇമാജിൻ ചെയ്യുക, നമുക്കൊരു ന്യൂട്രൽ ആറ്റം ഉണ്ട്. ഈ ന്യൂട്രൽ ആറ്റത്തിൽ നമുക്ക് 2 ഇലക്ട്രോൺ ആണുള്ളതെന്ന് വിചാരിക്കുക ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. ദെൻ അതിൽ ഞാൻ എനർജി കൊടുത്തിട്ട് അതിൽ ആദ്യത്തെ ഇലക്ട്രോണ് എക്സ്പെൽ ചെയ്യിപ്പിച്ചു. ദെൻ ഐ ഗോട്ട് സിമിലർ സ്പീഷീസ് വിത്ത് സിംഗിൾ ഇലക്ട്രോൺ വിത്ത് പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇമാജിൻ ചെയ്യുക, ഒരു സിസ്റ്റം പോസിറ്റീവ് ചാർജ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ട? ഒരു പോസിറ്റീവ് ചാർജ് വന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല, സിസ്റ്റത്തിന്റെ ചാർജ് ന്യൂട്രാലിറ്റി ഫെയിലായി എന്നാണ് അതിനർത്ഥം. എന്ന് വെച്ചാൽ ചാർജ് ബാലൻസ് ചെയ്യാനുള്ള ഇലക്ട്രോൺ അവിടെ ഇല്ല, which means nucleus have its own charge domination. So what happens? ഇവിടെ നിങ്ങൾക്കറിയാം ന്യൂക്ലിയസിന്റെ ചാർജിനെ ബാലൻസ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണ്. ഇവിടെ ന്യൂക്ലിയസിന്റെ ചാർജിനെ ബാലൻസ് ചെയ്യാനുള്ള സഫീഷ്യന്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. സ്വാഭാവികമായിട്ടും there will be more attention of nucleus on this electron. ഇവിടെ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു ഫ്രീ ഷെൽ സിറ്റുവേഷനിലേക്ക് അത് പോകുമ്പോൾ, that is 2 പോസിറ്റീവ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ the energy will be more. If it is E1 and if this is E2, then we can simply generalize that E2 is greater than E1. And because of the increase in the effective nuclear charge. Imagine you go to class room as a teacher. The classroom contains 100 students. Classroom. Then you have to technically give individual attention to all the students. Then there will be some kind of inefficiency. Then imagine there is another classroom where only 12 students are there. A combined degree subsidiary classroom, a PG classroom assume. In PG class, you can even see how the student respond to your question. Subsidiary class backbenchers നമുക്ക് ഫേസ് തന്നെ പലപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല. കുറേ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരൊന്ന് ഫെമിലിയർ ആവുക. പക്ഷെ PG ക്ലാസ്സിൽ അങ്ങനെയല്ല, കൂടുതൽ ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ ഉണ്ടാവുന്നു എന്നതുപോലെ നമുക്ക് എന്ത് പറയാം, as a number of electrons decreases, there will be more attention or the nuclear attraction is concentrated on electron. Technically, ഈ കോൺസെൻട്രേറ്റഡ് എന്ന ടേം ഒന്നും അല്ല അവിടെ യൂസ് ചെയ്യേണ്ടത്. അവിടെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് നിങ്ങളെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു മെറ്റാഫറിക്കൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡോണ്ട് വറി മച്ച് അബൌട്ട് ദാറ്റ്. മനസ്സിലായി? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വി ഹാവ് ടു സീ ദ what we say effective nuclear charge, and before that we have to see the quantum numbers, then effective nuclear charge, then atomic size, then atomic volume. എന്നിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ അയണൈസേഷനിലേക്ക് വരാനായിട്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡെമോ പർപ്പസ് എന്ന സെൻസിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് ക്വാണ്ടം നമ്പർ എടുത്താൽ ഇറ്റ് ബി ടു ഈസി. മനസ്സിലായോ? പിന്നെ നമുക്ക് വീണ്ടും ക്വാണ്ടം നമ്പറിന് അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ബോറടി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇടയിൽ ഒരു ടോപ്പിക് എടുത്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അയണൈസേഷൻ വീണ്ടും നമ്മൾ ക്ലാസ്സിൽ പറയും. മോസ്റ്റ് പ്രോബബ്ലി കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാവും കണ്ടന്റിൽ നിന്ന് മാത്രം. കുറച്ചും കൂടി ഡെപ്തിലായിരിക്കും നമ്മൾ കണ്ടന്റ് ഡീൽ ചെയ്യും. ഓക്കെ, അപ്പം അത്രയാണ് പറയാനുള്ളത്. ചാർജ് കൂടുന്തോറും അതിന്റെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുക എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇലക്ട്രോണിന്റെ മുകളിൽ ന്യൂക്ലിയസിന് കൂടുതൽ കൺട്രോൾ വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. Then I'll give you some actual values of these. For example, in case of sodium and magnesium, I'll give you the values. ഈ വാല്യൂസ് എഴുതുന്നത് ബൈ ഹാർട്ട് പഠിക്കാനല്ല, മറിച്ച് നമ്മളൊരു ഡാറ്റ എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ വെറുതെ ഫാക്ട് ബൈ ഹാർട്ട് ചെയ്യുന്നതിനേക്കാളും മച്ച് ബെറ്റർ ആണ് അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ ഡാറ്റ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത്. അത് വളരെ ഇഫക്റ്റീവ് ആണ്. നമ്മൾ പറയുന്നത് കൺവിൻസ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇങ്ങനെ കൂടും, അതുകൊണ്ട് അയണൈസേഷൻ സെക്കൻഡ് അയണൈസേഷൻ എനർജി ഗ്രേറ്റർ ആയിരിക്കും. ആ പറഞ്ഞത് എത്രത്തോളം കൺവിൻസിങ് ആണെന്നുള്ളത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ നമുക്കൊരു എക്സ്പെരിമെന്റൽ വാല്യൂ വേണം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ നമ്മുടെ ഹ്യൂഹിയും അതുപോലെ കോട്ടൺ വിലിക്കിൻസും ഒക്കെ പഠിക്കും, അതിൽ ഒരുപാട് ടേബിൾസ് കൊടുത്തിട്ടുണ്ടാവും. ഈ ടേബിൾസ് ഒന്ന് സെപ്പറേറ്റ് ഒരു ഫോട്ടോസ്റ്റാറ്റിക് എടുത്ത് കളക്ട് ചെയ്ത് വെക്കുന്നതൊക്കെ നല്ലതാണ്. whenever you are learning something, you keep it on your table and compare it. അതെങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തരാം. ഡെമോയിൽ എങ്ങനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പഠിപ്പിക്കാൻ പോകുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ടോപ്പിക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. സോ ഫോർ സോഡിയം, ionization energy, first ionization energy is 496, second ionization is 4560. Third ionization എന്ന് പറയുന്നത് സ്റ്റഡി ചെയ്യാറില്ല നമ്മൾ. This is
in kilojoule per mole. Whereas for magnesium, it is 738. Second ionization is 1450. And third ionization is 7730. The 2 in kilojoule per mole. Okay. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഒരു പോസിറ്റീവ് ട്രെൻഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് അയണൈസേഷനിൽ നിന്ന് സെക്കൻഡ് അയണൈസേഷനിലേക്ക് നാച്ചുറലി എന്ത് സംഭവിക്കുന്നു, ഒരു ഇൻക്രീസ് കാണുന്നു. ഓക്കെ. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സോഡിയത്തിന്റെ ഫസ്റ്റ് അയണൈസേഷൻ സെക്കൻഡ് അയണൈസേഷനിലേക്കുള്ള ഈ ഡിഫറൻസ് ഇൻ കമ്പാരിസൺ ദാറ്റ് ഓഫ് ദ മഗ്നീഷ്യം ഇറ്റ്സ് ടു ഹ്യൂജ്. അതിന്റെ റീസൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ അടുത്ത സെക്ഷനിൽ പറയേണ്ട കാര്യമാണ്, എന്നാലും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇൻപുട്ട് തരികയാണ്. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് ഒരു S1 കോൺഫിഗറേഷനിലാണ് അത് എൻഡ് ചെയ്യുന്നത്. Whereas in magnesium it is in S2. So S1 കോൺഫിഗറേഷനിൽ നിന്ന് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇത് എന്താവും, ഇത് S0 ആവും. S0 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ അത് ഫുള്ളി ഫിൽഡിന്റെ എല്ലാ പ്രിവിലേജും എൻജോയ് ചെയ്യുന്ന എലിമെന്റ്സ് ആണ്. ഇഫ് യു വാണ്ട് ടു അയണൈസ് ഇറ്റ്, their demand will be too huge. ഇത്രയും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സിസ്റ്റം, ദാറ്റ്സ് വൈ they are known as noble gas. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് രണ്ടാമത്തെ അയണൈസേഷൻ വളരെ വളരെ ഡിഫിക്കൽട്ട് ആവുന്നത്. In chemistry, if we say something like it's a difficult process, that means രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ അതിന്റെ പ്രോബബിലിറ്റി കുറവായിരിക്കാം, അതല്ലെങ്കിൽ അതിന്റെ എനർജി റിക്വയർമെന്റ് കൂടുതലായിരിക്കാം. ഇത് രണ്ടും ഒരു പ്രോസസ് ഡിഫിക്കൽട്ട് ടു ഹാപ്പൻ എന്നതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ്. മഗ്നീഷ്യത്തിന്റെ കേസിൽ ഫസ്റ്റ് അയണൈസേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് S1 ആവുന്നുള്ളൂ. സെക്കൻഡ് അയണൈസേഷൻ നടക്കുമ്പോൾ അത് S0 ആവുന്നുള്ളൂ. സെക്കൻഡ് ടു തേർഡ് വരുമ്പോഴാണ് അത് എന്ത് വരുന്നത്, S-1 എന്ന സ്റ്റേറ്റിലേക്ക്. S-1 റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് P5 പ്രീവിയസ് P5ലേക്ക് വരുന്നത്. നോബിൾ ഗ്യാസിനെ അയണൈസ് ചെയ്യാനുള്ള കാറ്റഗറിയിലേക്ക് അത് എത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ട്രെൻഡ് അവിടെ കാണുന്നത്. ഓക്കെ. ദെൻ അയണൈസേഷൻ എൻതാൽപ്പി, ഈ ടേമുകളൊക്കെ ഒരു മാറി മാറി നമ്മൾ ഉപയോഗിക്കാറുള്ള ടേമാണ്. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡെഫിനേഷനിൽ ഉദ്ദേശിക്കുന്നത് എനർജി ടു ബി ഗിവൺ ഇൻ എന്ന സെൻസിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനർജി റിക്വയർഡ് എന്ന സെൻസിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ചേഞ്ച് ഇൻ എൻതാൽപ്പി. പ്രോഡക്റ്റ് എൻതാൽപ്പി മൈനസ് റിയാക്ടന്റ് എൻതാൽപ്പി. ഈ കേസിൽ നമ്മളിപ്പോ സോഡിയത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ Na gas gives Na plus gas. In this case, the first ionization enthalpy means delta H of IE1 is equal to enthalpy of Na plus gas minus enthalpy of Na gas. Idana process. So we can say that if it's an energy requiring process, the enthalpy difference എന്ന് പറയുന്നത് obviously എന്തായിരിക്കും, അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. നിങ്ങൾ ഓർത്താൽ മതി, enthalpy difference will be positive. Delta H IE is equal to പോസിറ്റീവ് ആയിട്ടൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ. ചില സ്ഥലത്ത് ഈ അയണൈസേഷൻ എനർജിക്ക് പകരം അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. അത് ഞാനിപ്പം അതിലേക്ക് കടക്കുന്നില്ല, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്ട് ഡിസ്കഷൻ വരുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞൊരു കൺഫ്യൂഷൻ അതിലേക്ക് കൊണ്ടുവരുന്നില്ല. ഓക്കെ. അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ആർ ഗിവിംഗ് സം വോൾട്ടേജ് ആൻഡ് റിമൂവ് ദാറ്റ് ഇലക്ട്രോൺ, അങ്ങനെയാണ് നമ്മൾ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി, എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സെക്ഷനാണ്. എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഫ്രഷ് ആയിട്ട് കേൾക്കായിരിക്കും ഈ ഒരു ഡയമെൻഷൻ. ഐ വുഡ് ലൈക്ക് ടു കമ്പയർ ടു ഇവന്റ്സ്. വൺ ഈസ് അയോണൈസേഷൻ എനർജി versus work function. ഇങ്ങനൊരു കമ്പാരിസൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? രണ്ടും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, റൈറ്റ്? യു ക്യാൻ റെസ്പോണ്ട് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, യു ക്യാൻ റെസ്പോണ്ട് എനിത്തിങ്, ബിക്കോസ് കമന്റ് ബോക്സിൽ കൂടെയാണ് ഞാൻ എടുക്കുന്നത്, വേറെ ഒന്നുമല്ല. നിങ്ങളൊക്കെ വീട്ടിലിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ആയിരിക്കും. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ചിലപ്പം ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഫാമിലി ഉള്ളവരാണ്, ഇൻക്ലൂഡിങ് മീ. എനിക്കിപ്പം ഒരു സെക്യൂർ സ്പേസ് ഉണ്ട് ക്ലാസ്സിലെടുക്കാൻ, നിങ്ങൾക്ക് അത് ഉണ്ടാവണമെന്നില്ല. സോ ഫീൽ ഫ്രീ ടു റെസ്പോണ്ട് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ. ഈ ഒരു കമ്പാരിസൺ, suppose I'm comparing ionization energy versus work function. Are they same or different?
What do you think? Are they same or different? വർക്ക് ഫംഗ്ഷൻ എന്താണ് സംശയം എന്നുള്ള ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു ദ ഇവന്റ്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമാജിൻ യു ആർ ഹാവിംഗ് എ മെറ്റൽ സർഫസ് ഓർ മേ ബി എൻ എലിമെന്റൽ സർഫസ് and you are giving in some energy in the form of photon and you are expelling electron, and as we all know this energy of photon h nu is distributed for two purposes. One is for breaking the bond between the metal atom and electron plus the kinetic energy of the electron. So nothing but ഈ മെറ്റലിനെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇമാജിൻ metal atoms are like this and you have electrons here. So ഈ സർഫസിലേക്ക് ഈ ഫോട്ടോൺ വരുമ്പോൾ ഇലക്ട്രോൺ എക്സ്പെൽ ചെയ്യാണ് and m becomes m plus. അയണൈസേഷൻ എനർജിയും വർക്ക് ഫംഗ്ഷനും ടെക്നിക്കലി ത്രെഷോൾഡ് എനർജി ആണോ വർക്ക് ഫംഗ്ഷൻ എന്ന് ചോദിച്ചിരിക്കണോ അതേ ത്രെഷോൾഡ് എനർജി തന്നെയാണ്. ഇവിടെ ത്രെഷോൾഡ് എനർജി എന്നുള്ള വേർഡ് നമ്മൾ ടെക്നിക്കലി ഉപയോഗിക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്താണ്. മിനിമം എനർജി റിക്വയർഡ് ടു വാട്ട് വി സേ ഫോർ എ ഫ്രൂട്ട്ഫുൾ പൊല്യൂഷൻ, ആ സെൻസിലാണ് ത്രെഷോൾഡ് എനർജി എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോട്ടോൺ വന്ന് മെറ്റലിൽ കൊളൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയാ, it is the energy required to remove the electron from the metal surface with zero velocity. അതായത് കൈനറ്റിക് എനർജി സീറോ ആണെങ്കിൽ അതിന് വേണ്ട എനർജി എന്ന് വെച്ചാൽ ജസ്റ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന സെൻസിൽ മാത്രം ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലിറ്റിൽ ബിറ്റ് മോർ തിയററ്റിക്കൽ ടേം. തിയററ്റിക്കൽ എന്നല്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എസ്റ്റിമേറ്റ് ചെയ്തതിനു ശേഷം ഗിവിംഗ് എനർജി എച്ച് ന്യൂവിൽ നിന്ന് അത് മൈനസ് ചെയ്യാണ് ചെയ്യുക വർക്ക് ഫംഗ്ഷൻ കിട്ടാനായിട്ട്. സോ ഇവിടെ നടക്കുന്ന ഇവന്റും ടെക്നിക്കലി എന്താണ്, സെയിം ആണ്. യു ആർ ഗിവിംഗ് ഇൻ സം എനർജി ആൻഡ് റിമൂവിംഗ് ഇലക്ട്രോൺ. ബട്ട് മാഗ്നിറ്റ്യൂഡ് വൈസ് ദീസ് ടു ആർ ഡിഫറെന്റ്. മാഗ്നിറ്റ്യൂഡ് വൈസ് നിയമ യു സെഡ് റൈറ്റ്, ഇറ്റ്സ് ഡിഫറെന്റ് ഇൻ മാഗ്നിറ്റ്യൂഡ്. ഇൻ കമ്പാരിസൺ അടുത്തൊരു ഡാറ്റ തരാം. വി ഹാവ് ലിഥിയം. ലിഥിയത്തിന്റെ അയണൈസേഷൻ എനർജിയും വർക്ക് ഫംഗ്ഷനും നമ്മൾ കമ്പയർ ചെയ്യണം. അയണൈസേഷൻ എനർജി ഡിഫറൻസ് അനുസരിച്ച് വരുന്നത് 513 എന്നൊരു വാല്യൂ ആണ്. And work function becomes 210 kilojoule per mole, whereas for sodium it is 495 and 227. Okay, that means we can say that ionization energy is always greater than work function. Ionization energy is always greater than 5 work function. വർക്ക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഒന്നും ഇവിടെ ഇപ്പൊ തൽക്കാലം പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. എപ്പോഴും എന്താ പറയാ, കംപ്ലീറ്റ് ലൈനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നരുത്. സോ ഈസി ആൻഡ് ഡയറക്റ്റ്, നിങ്ങൾക്ക് കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല. അതുകൊണ്ടാണ് അവിടെ അത് പറയാത്ത. അപ്പൊ ഡെഫിനിഷൻ ആർക്കെങ്കിലും മിസ്സിംഗ് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അല്പം സ്പേസ് ലീവ് ചെയ്താൽ മതി. ജസ്റ്റ് പറയാനാണെങ്കിൽ പറയാവുന്ന ഇതാണ്, ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് to break off one electron from the metal surface with the zero velocity. Kinetic energy സീറോയിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി എന്ന് ജനറലൈസ് ചെയ്യാം. നിങ്ങൾ പറയുന്നത് എല്ലാം കുറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണ്ട. നിങ്ങൾ അതിന്റെ എസെൻസ് മാത്രം പിക്ക് ചെയ്താൽ മതി. ദെൻ കുറച്ച് നമ്മൾ ഗൂഗിൾ ചെയ്യണം. ഡെലിബറേറ്റ് ആയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സിൽ പറയാത്തതാണ്. വേറൊന്നുമല്ല, ഈ പഠനം എന്ന് പറയുന്നത് ക്ലാസ് റൂം ലേണിംഗ് മാത്രമല്ല, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് മനസ്സിലാക്കുമ്പോൾ അതിന് വേറൊരു ഡയമെൻഷൻ ഉണ്ട്. അതെല്ലാവരും മനസ്സിലാക്കുക. ഒരു നോട്ട് എന്ന് തന്നാൽ ആ നോട്ട് തന്നെ പഠിപ്പിച്ചു തരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ്. നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ വന്ന് അപ്പോൾ നമുക്ക് സംശയങ്ങൾ വന്ന് അത് ചോദിച്ച്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരിക്കലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരെണ്ണം നിങ്ങളോട് സ്വന്തമായിട്ട് പഠിക്കാൻ പറയില്ല. ഈസി ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ തരുള്ളൂ. സോ യു ഹാവ് ടു ട്രസ്റ്റ് മീ ഓൺ ദാറ്റ്. ഓക്കെ, ദെൻ വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? എന്താണ് ഇങ്ങനൊരു ഡിഫറൻസിന് കാരണം? ഇവന്റ് വൈസ് രണ്ടും ഇലക്ട്രോൺ റിമൂവൽ തന്നെയാണ്. But work function is always lower than that of ionization energy. എന്തായിരിക്കും ആൻസർ? കമന്റിലിട്ടെ. What could be the reason? ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. We have to connect between one event with another. നിങ്ങൾക്കറിയാലോ, ഒരു സയന്റിഫിക് നമ്മുടെ ഒരു സയന്റിഫിക് തോട്ട് നമുക്ക് വരുന്നത് എങ്ങനെയാണ്? ഒരിക്കൽ പഠിച്ച സയൻസ് പ്രിൻസിപ്പിൾ വേറൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമ്പോഴാണ്.
അത് സ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ്. എന്തായിരിക്കും റീസൺ? ആർക്കും അറിയില്ലേ? ഞാൻ പറഞ്ഞു ആൻസർ അതിന്റെ. വെലോസിറ്റി അല്ല റീസൺ. ചേഞ്ച് ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ഐസൊലേറ്റഡ്. യു ആർ ക്ലോസ്. മേ ബി അത് തന്നെയാണ് ആൻസർ. ക്ലോസ് എന്നല്ല, നീമ പറഞ്ഞത് ശരിയാണ്. ഐസൊലേറ്റഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മൾ നേരത്തെ പറയുണ്ടായി എന്താണ്? ആറ്റംസ് അതിന്റെ ഐസൊലേറ്റഡ് സ്റ്റേറ്റിലാണ് അതിന്റെ മാക്സിമം ന്യൂക്ലിയസ് ഇലക്ട്രോൺ അട്രാക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. Ionization energy is estimated in that kind of condition, whereas in threshold, work function, you can see that all these are metal atoms. ഇവരുടെ ഒക്കെ ഇലക്ട്രോൺസ് നിങ്ങൾക്ക് അറിയാം. ഇലക്ട്രോൺസ് എല്ലാം മെറ്റൽ ഒരു പൂൾ ഓഫ് ഇലക്ട്രോൺ ആയിട്ട് കിടക്കുകയാണ്. ഇലക്ട്രോൺസ് ആർ കൈൻഡ് ഓഫ് ഡിഫ്യൂസ്ഡ് ഓൾ ഓവർ ദിസ്. ഇലക്ട്രോൺസ് ഇതിന്റെ മുകളിൽ അങ്ങ് ഡിഫ്യൂസ് ചെയ്ത് കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ പൂൾ ഓഫ് ഇലക്ട്രോൺ ഇങ്ങനെ ഫ്രീലി സർക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നാച്ചുറലി എന്ത് സംഭവം മനസ്സിലാക്കാൻ പറ്റും എന്താണ്? ദീസ് ഇലക്ട്രോൺസ് ആർ കമ്പാരിറ്റീവ്ലി മോർ ഫ്രീ ദാൻ ദാറ്റ് ഓഫ് എൻ ഐസൊലേറ്റഡ് മെറ്റൽ ആറ്റം. അപ്പം ഈ മെറ്റൽ ആറ്റംസ് അടുത്തടുത്ത് പാക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇലക്ട്രോൺ ന്യൂക്ലിയസ് അട്രാക്ഷൻ അത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ കാണാത്തത്. എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കൂ, ഫ്രീ ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനിൽ നിന്നും ഇവിടേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിച്ചു? ഓൾമോസ്റ്റ് ഹാഫ് ആയി. അയണൈസേഷൻ ഓൾമോസ്റ്റ് ഹാഫ് അല്ല, അതിനേക്കാളും താഴെയായി. എന്താ പറയാ, 210ന്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ 420 ആവുള്ളൂ. അതിനേക്കാളും മുകളിലാണ് അയണൈസേഷൻ എനർജി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് സോഡിയത്തിന്റെ കേസിൽ. മനസ്സിലായോ? ഐസൊലേറ്റഡ് കണ്ടീഷൻ എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് ആവണമെന്നുള്ളതിന്റെ ഒരു എന്താ പറയുക, ഒരു സയന്റിഫിക് ഒരു എവിഡൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ശരിക്കും പറയുന്ന ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ ദിസ് തോട്ട് ഷുഡ് കം ടു യു നാച്ചുറലി. അപ്പൊ അതെന്താണ് അയണൈസേഷൻ ഇതും തമ്മിൽ വ്യത്യാസം? വർക്ക് ഫംഗ്ഷനും അയണൈസേഷൻ പ്രോസസ്സും സെയിം ആണോ എന്ന് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്വയം തോന്നും. അതിന് ആൻസറും ബുക്കുകളിലുണ്ട്. നമ്മളൊന്ന് അന്വേഷിച്ച് പോയാൽ മതി, ബുക്കുകൾ കിടപ്പുണ്ടോ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ബുക്കിൽ ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. വി ഹാവ് ടു സെർച്ച്. ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ അതൊക്കെ കിട്ടുള്ളൂ. പക്ഷെ വൺസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ സയൻസിൽ വി ക്യാൻ ഈസിലി കണക്ട് ബിറ്റ്വീൻ പ്രിൻസിപ്പിൾസ്. ഈ കണക്ഷൻസ് വൺസ് നിങ്ങളുടെ തലയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരില്ല. യു ക്യാൻ ലോജിക്കലി ഫൈൻഡ് ആൻസേഴ്സ് ഫ്രം ദ 4 ഓപ്ഷൻസ്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ഇൻ ഇറ്റ്. എനിക്ക് തീരെ ബൈ ഹാർട്ട് പഠിക്കുന്ന പരിപാടി ഇഷ്ടമല്ല. ഓഫ് കോഴ്സ് ചില സാഹചര്യത്തിൽ അത് വേണ്ടി വരും, എങ്കിലും മാക്സിമം നമ്മൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കണം. ഇതേപോലെ മറ്റൊരു ഇവന്റും കൂടി ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഗിവിംഗ് യു സം ഐഡിയ അബൌട്ട് ഹൗ വി ആർ ഗോയിങ് ടു ഡീൽ ദിസ് സബ്ജക്ട്. വെറുതെ അയണൈസേഷന്റെ ഒരു 4 പ്രോബ്ലം നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി തിങ് ഫോർ മീ. അയണൈസേഷനിൽ നമുക്ക് ഒരു കടലാണ് പ്രോബ്ലംസ്. ഹയർ സെക്കൻഡറി മുതൽ പ്രോബ്ലംസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് അധികം പ്രോബ്ലം ഒന്നും വർക്ക്ഔട്ട് ചെയ്യാനേ ഉദ്ദേശിക്കുന്നില്ല. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു സം ഐഡിയ ഓൺ ദിസ് ടോപ്പിക്. ക്ലാസ്സിനകത്ത് ഇപ്പൊ നമ്മൾ ഇതെടുത്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല. സമയം കളയണ്ട, ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. ഇനിയിപ്പോ നിങ്ങൾ ഡെമോ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, വെറുതെ ഒന്നും കിട്ടാതെ പോരുതല്ലോ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കമ്പയർ ബിറ്റ്വീൻ another event with ionization energy. Ionization energy versus electrode potential. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പം ഡയറക്റ്റ് കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ് കേട്ടോ. ബൈ കൺവെൻഷൻ നിങ്ങൾക്കറിയാം, നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇഫ് യു ഹാവ് എ മെറ്റൽ അയോൺ, then you have to add electron to it to form metal solid. Whereas here, especially this in aqueous state, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? നേരെ തിരിച്ചാണ് വരിക. എന്താണ്? മെറ്റൽ അയോൺ ഇൻ സോളിഡ് സ്റ്റേറ്റ് gives away m plus ion in aqueous state plus electron. വേറൊന്നുമല്ല, അയോണൈസേഷൻ പ്രോസസ് m gives m plus electron. ഈ കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എടുത്തത്. പിന്നെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തമ്മിൽ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. സൈൻ ഇൻവേർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ നെഗറ്റീവ് ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. കമ്പയർ ദീസ് 2 ഇവന്റ്സ്. ഇതും അയണൈസേഷൻ തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? വാട്ട് യു തിങ്ക്? അഗൈൻ കമന്റ് ബോക്സ്. അയണൈസേഷൻ ഇപ്പൊ നമ്മൾ പഠിച്ചു, അയണൈസേഷൻ വർക്ക് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അയണൈസേഷനും തമ്മിൽ എന്താ ബന്ധം?
What do you think? Respond, please. The same or different? That's the first question. No responses yet. Lisha says it's different. In what way it is different? Can you tell me, Lisha? ലിഷ എന്ന് ഞാൻ വിളിക്കുന്നത് ഇപ്പൊ ഈ കമന്റിൽ ഈ ബോക്സിൽ കാണുന്ന പേരാണല്ലോ. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനിയത്തിയുടെയോ അല്ലെങ്കിൽ വൈഫിന്റെയോ ഹസ്ബൻഡിന്റെയോ ഒക്കെ ഞാൻ ഐഡിയിൽ നിന്നായിരിക്കും കയറിയിട്ടുണ്ടാവുക. ഫോർ ദ ടൈം ബീങ് ഐ എം ഇഗ്നോറിംഗ് ഓൾ. എന്തുകൊണ്ടാണ് ഡിഫറെന്റ് എന്ന് പറയാമോ? Ionization energy increase ചെയ്യാന്ന് വിചാരിക്കാം. Telling you if ionization energy is higher, can I tell oxidation potential increases? ഇങ്ങനെ പറയാൻ പറ്റും. Can I? Each and follow you. In what way oxidation potential is different? Oxidation potential constant ആണെന്ന് പറയുന്നു. Constant ആണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് നീമ. It is depending on the temperature. Yeah, at standard, exactly, you're right. Ionization energy constant തന്നെയാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ. അനുസരിച്ച് കോൺസ്റ്റന്റ് അല്ലേ? നമ്മൾ ഇത്ര നേരം പറഞ്ഞപ്പം ഒരു വാല്യൂ ആയിട്ട് പറയുന്നത് എന്താ? ഇതൊരു കോൺസ്റ്റന്റ് സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ത് ചെയ്യും? Chemical reaction drives the oxidation. Yeah, of course. അതൊക്കെ ശരിയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഇലക്ട്രോൺ പെർസ്പെക്റ്റീവ് മാത്രമേ നോക്കുന്നുള്ളൂ. ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോൺ നിൽക്കുന്നു, ആ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നു. ദാറ്റ് ഇസ് പ്രോസസ് ഓഫ് കോൾഡ് ഓക്സിഡേഷൻ. അയണൈസേഷൻ എനർജിയിൽ നടക്കുന്ന അതേ പ്രോസസ് തന്നെയാണ്. പിന്നെ എന്ത് വ്യത്യാസമാണ് ഇത് രണ്ട് തമ്മിലുള്ളത്? ഡിഫറെന്റ് ആണ്, സംശയം വേണ്ട. അതിന് കാരണം ഞാൻ ആ എഴുതിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എഴുതാം. ചിലർക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാവും ഒരു പക്ഷേ. മേ ബി ചിലപ്പോൾ അറിയാം, അതിന്റെ ഒരു ഇതിലും ഉണ്ടാതിരിക്കുന്നതാവും എന്ന് വിചാരിക്കുന്നു. In ionization, I'm repeating what I have write before. Metal in gaseous state is being converted to metal ion in gaseous state plus electron. Metal, I'm sorry, എന്ന് എഴുതിയതുകൊണ്ട് അങ്ങനെ മെറ്റൽ എന്ന് വരുന്നതാണ്, എലമെന്റ് എന്ന സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേസമയം മീന says metal electrode is getting oxidized. That's right. In this case, what happens is MS is being converted to M plus aqueous plus electron. This is the difference. എന്നുവെച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള കൺവേർഷൻ ആണെങ്കിൽ ഇവിടെ ഒരുപാട് ഇവന്റുകൾ നടക്കുന്നുണ്ട്. എന്തൊക്കെ ഇവന്റുകളാണ് നടക്കുന്നത്? ഇഫ് യു വാണ്ട് ടു കമ്പയർ ദിസ് പ്രോസസ്, ഈ പ്രോസസ്സിന്റെ അകത്ത് വേറെ ഒരുപാട് സബ്സിഡറി ഇവന്റുകൾ നടക്കുന്നുണ്ട്. Exactly. Hari Mohan says it's solvation energy. Solvation energy നടക്കുന്നുണ്ട് Hari. Then one more. Which one is that? Other than ionization. Solvation energy is part of it. Agreed. And there is one more. Oxidation potentially involved ചെയ്തിട്ടുള്ള 3 പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? അതിൽ ഒരെണ്ണം അയണൈസേഷൻ ആണ്. We know that. ഇലക്ട്രോൺ ഇജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയണൈസേഷൻ ഉണ്ടെന്ന് നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. Solvation energy ഉണ്ട്. Then one more. No, I'm not talking about the requirement. I'm talking about there is one more process is required to make this event happen. Which one could that be? That's a clue. That's a clue. Compare these two. In electrode potential, we are dealing with solid electrodes, whereas in ionization, it is in the gaseous state. So, first, if you are writing the events in sequence, you have to write it like sublimation, ionization, and solvation. And these 3 steps are included in oxidation potential. ഈ 3 സീക്വൻസുകൾ അതിനകത്ത് വിട്ടിട്ടുണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ അയണൈസേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരു സ്റ്റെപ്പ് മാത്രമേ അയണൈസേഷൻ ആവുള്ളൂ. Depending on the energy of sublimation, oxidation potential may vary. Depending on the energy of solvation, the oxidation potential may vary.
അപ്പം ചില സമയത്ത് ചില ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി നമ്മളിപ്പോൾ PhD ഒക്കെ TFR എക്സാം എഴുതുമ്പോഴാണ് അങ്ങനെ കാണാം. അവരിങ്ങനെ കുറച്ച് ഫാക്ട്സ് തന്നിട്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യും. അവരിപ്പോൾ അയണൈസേഷൻ ചില കാര്യമൊക്കെ പറയും, ദെൻ അവർ പറയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും ഇതേപോലെ തന്നെ അയണൈസേഷൻ പ്രോസസ്സാണ് നടക്കുന്നത് ദെൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് അവിടെ അവർ ചെക്ക് ചെയ്യുന്നത് ഇൻഡയറക്ട്ലി എന്താണ്, നമ്മുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. സോ സ്കീമാറ്റിക്കലി ഇഫ് യു ആർ റെപ്രസെന്റിംഗ് ദി ഇവന്റ്, ഇതൊരു റഫ് ഡയഗ്രാം ആണ്. വി ആർ ജസ്റ്റ് ടേക്കൺ അപ്പ് ദ കോപ്പർ എക്സാമ്പിൾ. നമ്മളത് ഇങ്ങനെയാണ് കാണുന്നത്. ഒരല്പം കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്ത്. ഞാനിപ്പം ഒരു ഡെമോ ക്ലാസ് നിലയ്ക്ക് അതിന്റെ ഉള്ളിലേക്ക് അധികം ഡെപ്തിലേക്ക് ഇറങ്ങുന്നില്ല, ഇവന്റ് മാത്രമേ പറയുന്നുള്ളൂ. സപ്പോസ് ദിസ് ഈസ് ദ എനർജി ലെവൽ ഓഫ് Cu സോളിഡ് ആൻഡ് വാട്ടർ. രണ്ടിന്റെയും കമ്പൈൻ എനർജി എന്ന് പറയുന്നത് ഈ ലെവലിലാണ് കിടക്കുന്നത് വിചാരിക്കും. Then I'm giving some energy to the copper and make it Cu gas plus H2. ഈ H2 അപ്പം എന്താ ഗ്യാസ് ആവാത്തെന്ന് ചോദിക്കരുത്. I'm not talking about experiments. മനസ്സിലായോ? വാട്ടറിന്റെ എനർജി പ്ലസ് കോപ്പർ ഗ്യാസിന്റെ എനർജി. So as we all know, the energy required for this process is called delta H sublimation. Okay. Then from this process, there will be another process happening that is known as Cu plus gas plus electron plus water. Water liquid state line treat ചെയ്താൽ മതി, water vaporize എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. And this process is known as delta H of first ionization. Then what will happen next? Then there will be an energy. ഇവിടെയൊക്കെ രണ്ട് എനർജി റിലീസിങ് എനർജി അബ്സോർബിംഗ് പ്രോസസ് ആണ്, എനർജി റിക്വയറിംഗ് പ്രോസസ് ആണ്. ഇതും എനർജി റിക്വയറിംഗ് പ്രോസസ് ആണ്. Then there will be an energy releasing process from this level to somewhere around here, where here we have Cu plus in aqueous state. ഇപ്പോൾ വാട്ടർ കാണിക്കേണ്ട കാര്യമില്ല, വാട്ടർ സോൾവേറ്റ് ചെയ്തു എന്നുള്ള സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ഡെൽറ്റ എച്ച് ഓർ സോൾവേഷൻ ഓർ ഹൈഡ്രേഷൻ. Okay. So this difference is kind of equivalent to Cu solid plus water gives Cu plus aqueous plus electron. ഈ ഇവന്റിന് ഈക്വലന്റ് എനർജി ആയിരിക്കും കേട്ടോ അത്. പക്ഷെ ഒരു കാര്യം വീണ്ടും മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ ഡീൽ ചെയ്യുന്നത് അയണൈസേഷൻ എനർജി ആയിട്ടും ഇലക്ട്രോഡിനെ പൊട്ടൻഷ്യലുമായിട്ടാണ്. രണ്ടും ഡിഫറെന്റ് ആണ് ഇൻ മാഗ്നിറ്റ്യൂഡ്. But if you are taking up ionization potential in comparison with that of oxidation potential, ആ ഡിഫറൻസ് കുറച്ചും കൂടിയും കംഫർട്ടബിൾ കണ്ടീഷനിലേക്ക് വരും. ഇവിടെ ഒരു കൺവേർഷൻ വരുന്നുണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് ഇത് അയണൈസേഷൻ ഡെപ്തിൽ പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽ ചെയ്ത് തരാം. ഓക്കെ, പറഞ്ഞൊന്നും വേറൊന്നുമല്ല, സബ്ലിമേഷൻ അനുസരിച്ചിട്ട് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാരി ചെയ്യും, അയണൈസേഷൻ എനർജിക്ക് അനുസരിച്ചിട്ട് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാരി ചെയ്യും, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ അനുസരിച്ചിട്ട് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാരി ചെയ്യും. സോ അതിനകത്ത് ഒരു ഓക്സിഡേഷൻ, ഒരു ഇലക്ട്രോൺ റിമൂവൽ എന്ന പ്രോസസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ പ്രോസസ് എക്സാക്ട്ലി അയണൈസേഷൻ പ്രോസസ് ആവുന്നില്ല. ചിലപ്പം അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്താലും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ചിലപ്പം ഡിക്രീസ് ചെയ്യാനും സാധ്യതയുണ്ട്. നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് നമ്മളൊരു ടീം ഗെയിം കാണുന്ന പോലെയാണ്. ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് വിചാരിച്ചിട്ട് ടീം ജയിക്കണമെന്നൊന്നുമില്ല, മറ്റുള്ളവരുടെ പെർഫോമൻസും കൂടി അഫക്റ്റ്. കളിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, മനസ്സിലാവില്ല, അതിൽ ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്യും, പക്ഷെ ടീം മൊത്തത്തിൽ ബാഡ് ആയതുകൊണ്ട് കളി തോക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ ഇവന്റ്സ് ആണ് ഇതിനുള്ളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ രണ്ട് പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് മൾട്ടിപ്പിൾ ഇവന്റ്സ് അതിൽ വർക്ക് ചെയ്യണം, രണ്ടാമത്തെ ഒന്ന് വോൾട്ടേജിലാണ് പറയുന്നതെങ്കിൽ മറ്റൊന്ന് നമ്മുടെ കിലോ ജൂൾ പെർ മോൾ എനർജിയിലാണ് നമ്മൾ പറയുന്നത്. ഡിഫറൻസും കൂടി അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാലോ, ഒരു കൺവേർഷൻ നിലയ്ക്ക് അതൊരു വലിയ പ്രശ്നമല്ല. മാഗ്നിറ്റ്യൂഡ് എക്സാക്ട്ലി സെയിം ഒരിക്കലും ആവില്ല. അതേസമയം ട്രെൻഡും ചില സമയത്ത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റാതെ വരും. അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇങ്ങനെയും ഒരു കമ്പാരിസൺ ഉണ്ട്. നിങ്ങളത് മെറ്റൽസ് പഠിക്കുന്ന സമയത്ത്, ഇനോർഗാനിക്കിൽ തന്നെ നമ്മൾ പീരിയോഡിക് ട്രെൻഡ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വളരെ ഹാൻഡി ആയിട്ട് ഒരു തോട്ട്, എസ്പെഷ്യലി നിങ്ങൾക്ക് അതിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ പൊട്ടൻഷ്യലിനെ പറ്റി ഡിസ്കസ് ചെയ്യും.
ഇവിടെ പ്ലേ ചെയ്യുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ്. അയാൾ ഭയങ്കര സീരിയസ് ആണ്. നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുള്ളിനെ കാണാം. ഓക്കെ, നൗ what are the factors that affect ionization energy? Factors affecting ionization energy. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സൈസ് ആണ്. സൈസ്. We can say that ionization energy increases as size decreases. ഇത് കോഡ് റൈറ്റിംഗ് ആണ് കേട്ടോ ഇങ്ങനെ ഇരിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലം ചെയ്യാനൊന്നും ഉപയോഗിക്കരുത്. ജസ്റ്റ് ഷോർട്ട്കട്ട് മെത്തേഡ് ടു റൈറ്റ് ഇറ്റ്സ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അതായത് സൈസ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയനൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും. അത് അയനൈസേഷൻ എനർജി ഡിക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സൈസ് കൂടുന്നതായിരിക്കും ഒരു റീസൺ. ഈ ഒരു റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമുക്ക് പറയാവുന്നത് ഇപ്പം അയനൈസേഷൻ എനർജി ഓഫ് sodium greater than ionization energy of potassium. Size increases, ionization decreases. Then the second factor is effective nuclear charge. Or called Z effective. Z effective is Z star എന്ന രീതിയുണ്ട്. We can generalize that as Z effective increases, ionization energy increases. That is, ionization energy has a direct relationship with the Z effective. Nuclear charge, nuclear domination, electron mole, nuclear control, electron mole കൂടുന്തോറും അതിനെ കൂടുതൽ ionization energy കാണിക്കും. Okay. Then ഈ Z effective എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക എംപിരിക്കലി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് യൂസിങ് സ്ലേറ്റർ റൂൾസ്. അതും ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട സ്ഥലമാണ്. ഇതിപ്പം ഞാൻ പറയുന്നില്ല. സ്ലേറ്റർ റൂൾ വെച്ചിട്ടാണ് നമ്മളത് എസ്റ്റിമേറ്റ് ചെയ്യുക. നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി സ്ലേറ്റർ റൂൾസ് എന്താണെന്നുള്ളത്. അടുത്ത ക്ലാസ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിന് സംശയമൊന്നും വേണ്ട. സോ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് നമുക്ക് അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം. അതിൽ നിന്നും നമുക്ക് അയനൈസേഷൻ എനർജിയുടെ ഒരു റഫ് എസ്റ്റിമേഷൻ എടുക്കാവുന്നതാണ്. Then we can say the most important fact. മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. It's known as half filled and fully filled orbitals. Half filled and fully filled orbitals വന്നാൽ നാച്ചുറലി എന്ത് സംഭവിക്കും? Ionization energy increase ചെയ്യും. For example, P3, P6. ഇവിടെ നോക്കാം ionization. The ionization becomes difficult. Difficult എന്ന് പറഞ്ഞാൽ എന്താ? എനർജി റിക്വയറിംഗ് പ്രോസസ് ആണെന്ന് അർത്ഥം. അപ്പൊ നമ്മൾ നോർമലി നമ്മുടെ ഒരു അറിയാലോ സെക്കൻഡ് പീരീഡിന്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? We have lithium, we have beryllium, then we have boron, then we have carbon, nitrogen, oxygen, fluorine, neon. ഇങ്ങനെയാണ് കിടക്കുക. ഒരു പീരിയോഡിക് ടേബിളിൽ നമുക്ക് പറയാവുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇഫ് യു ആർ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, Z effective increases, size decreases. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാവുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? We expect that ionization energy increases if we move from left to right. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇവന്റ്. എന്ന് വെച്ചാൽ expected outcome is this. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. But in actual, the event is not exactly same as this. എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഓർഡറിൽ ഒരു മാറ്റം വരും. First we have lithium in the lower side, then we have boron comes before beryllium, then have carbon, then comes oxygen, then nitrogen, then fluorine and then neon. ഇങ്ങനെയാണ് ആക്ച്വൽ ഇവന്റ് നടക്കുന്നത്. എന്താണ് ഡിഫറൻസിന് കാരണം എന്ന് ചോദിച്ചാൽ ഈ ഫുള്ളി ഫിൽഡ് ഹാഫ് ഫിൽ കോൺഫിഗറേഷന്റെ പ്ലേ ആണ് അവിടെ നടക്കുന്നത്.
നമുക്കറിയാം ഫുള്ളി ഫിൽഡ് ഏറ്റവും ഡിഫിക്കൽട്ട് ആണ്, അതുകൊണ്ട് തന്നെ നിയോണിന്റെ പൊസിഷൻ ജസ്റ്റിഫൈഡ് ആണ്. അതേസമയം എന്തുകൊണ്ട് ബെറിലിയം ബോറോണേക്കാൾ അയണൈസേഷൻ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബോറോണിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് S2P1 ആണെങ്കിൽ ബെറിലിയം ഈസ് S2P0. ബോറോൺ പ്ലസ് ആവുമ്പോൾ B becomes B+, it will be S2P0. Whereas if beryllium goes from beryllium 0 to beryllium plus, it will be S1P0. അപ്പൊ ആലോചിച്ച് നോക്കൂ, അയോണൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണു? ആ ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷന്റെ ആ അഡ്വാൻറ്റേജ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം P1 P0 ആകുമ്പോൾ ഒരു ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ അഡ്വാൻറ്റേജ് നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. സോ സിസ്റ്റം ഈസ് കമ്പാരിറ്റീവ്ലി ഹാപ്പി ടു ഡു ദിസ് ദാൻ ദിസ്. എന്നുവെച്ചാൽ എന്താ മീൻ ചെയ്യണം? ഈസി പ്രോസസ് എന്ന് പറയുന്നത് S2P1 ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നതാണ് ദാൻ S2P0. ഇതാണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം. അതേപോലെ തന്നെ ഇഫ് യു കമ്പയർ ഓക്സിജൻ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ പറ്റും. എന്താണ്? ഓക്സിജൻ കിടക്കുന്നത് S2P4 ആണെങ്കിൽ നൈട്രജൻ കിടക്കുന്നത് S2P3യിലാണ്. Then if oxygen becomes oxygen plus, this will be S2P3, whereas if nitrogen becomes N plus, this will be S2P2. അപ്പോൾ ഓക്സിജന്റെ കേസ് ആലോചിച്ച് നോക്കൂ, ഓക്സിജൻ P4ൽ നിന്ന് P3 ആവുമ്പോൾ ഇറ്റ്സ് ഗെയിനിങ് or maybe it's getting half filled configuration. It's getting half filled configuration, whereas here it is losing half filled configuration. അപ്പം ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഫുള്ളി ഫിൽഡ് വന്നു കഴിഞ്ഞാൽ അയണൈസേഷൻ ഡിഫിക്കൽട്ട് ആവാനുള്ള റീസൺ ആ സ്റ്റേബിൾ കണ്ടീഷനിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കമ്പാരിറ്റീവ്ലി ലെസ് സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഹാഫ് ഫിൽഡ് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻസ് ഉള്ള കോമ്പിനേഷൻസ് വരുമ്പം നമ്മൾ ഒന്ന് കെയർഫുൾ ആവണം ആൻസർ പിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, then why this half filled and fully filled configurations are stable? Anyone? ഹയർ സെക്കൻഡറി ബുക്കിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹാഫ് ഫിൽഡ് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആണ്. എക്സ്ചേഞ്ച് എനർജി ആണ് റീസൺ പറയുന്നത്. ഓക്കെ, ഹരിമോഹൻ says exchange energy. So is this the only exchange energy or anything else? എക്സ്ചേഞ്ച് എനർജി മാത്രമാണോ അതിൽ വരുന്നത്? ലോ റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം എങ്ങനെയാ? ഇപ്പൊ നിയോണൊക്കെ നോക്കൂ, നിയോണിനകത്ത് പെയറിങ് നടക്കുന്നില്ലേ? ഫുള്ളി പെയർഡ് അല്ലേ എല്ലാ ഇലക്ട്രോൺസും? അപ്പൊ ലോ റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ദാറ്റ്സ് നോട്ട് ദ കറക്റ്റ് ആൻസർ. എക്സ്ചേഞ്ച് ഈസ് 1. There is one more. അതൊക്കെ ഞാൻ പിന്നെ പഠിപ്പിച്ചു തരും കേട്ടോ, നിങ്ങൾ അത് വേറെ വറി ചെയ്യണ്ട. ഞാൻ ഈ കണക്ഷനിൽ ജസ്റ്റ് നമുക്കറിയാലോ, നമ്മള് ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പോ ഒരു സയൻസ് ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ പ്രോസസ് അല്ല. നിങ്ങളിപ്പം എന്താ പറയാ, നമ്മുടെ സിന്തസിസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും കൺവേർജന്റ് സിന്തസിസും ഉണ്ട്, ലീനിയർ സിന്തസിസും ഉണ്ട്. വിച്ച് വൺ ഈസ് മോർ എഫിഷ്യന്റ്? ഓർഗാനിക് സിന്തസിസ് പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? കൺവേർജന്റ് ഇസ് മോർ എഫിഷ്യന്റ്. പല പല ഭാഗങ്ങൾ വന്നിട്ട് ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന മെത്തഡോളജിയാണ് ഏറ്റവും എഫിഷ്യന്റ്. നിങ്ങൾ ആലോചിച്ച് ഒരു ഹൈവേ പണിത് പോകാന്ന് വിചാരിക്കും. ഇമാജിൻ ചെയ്യുകയാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഹൈവേ പണിയുന്നു. തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ പ്രോസസ് ഇങ്ങനെ പോവാണ്, ഹൈവേ പണിത് തിരുവനന്തപുരം എത്തണം. ഈ പ്രോസസ്സാണോ പല പല സെക്ഷനുകളിൽ ഹൈവേ പണിത് അത് അവസാനം ജോയിൻ ചെയ്ത് സിംഗിൾ ഹൈവേ ആവുന്നതാണോ? വിച്ച് വൺ ഈസ് മോർ എഫിഷ്യന്റ്? ദ സെക്കൻഡ് വൺ ഈസ് മോർ എഫിഷ്യന്റ്. അതാണ് കൺവേർജന്റ് പ്രോസസ്. ഡിഫറെന്റ് സെക്ഷൻസിൽ ഡീൽ ചെയ്തിട്ട് ഒരുമിച്ച് കൂട്ടുന്ന പ്രോസസ്. ലീനിയർ എന്ന് പറഞ്ഞ ഒരു അറ്റം മുതൽ തുടങ്ങി മറ്റേറ്റം വരെത്തുന്ന പ്രോസസ്. സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ലീനിയർ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ലെസ് പ്രൊഡക്റ്റീവ് ആണ്. അതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യുന്നത് എന്താണ്? വി ആർ ഗിവിംഗ് സം ബിറ്റ്സ് ആൻഡ് പീസസ്. ഇപ്പൊ നിങ്ങൾ എത്ര ഡിഫറെന്റ് ഇവന്റ്സ് കേട്ടു, അതൊക്കെ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുക. മേ ബി യു ക്യാൻ ജസ്റ്റ് ഗീവ് എ സെർച്ച് ഓൺ ദാറ്റ്. മനസ്സിലായിടത്തോളം മതി. എന്നിട്ട് നമ്മൾ ഇനി അത് വീണ്ടും കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നിങ്ങൾ അത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. then you can connect the same concept into different concepts and make it more and more. നമ്മൾ പറയില്ലേ, നമ്മൾ സബ്ജക്റ്റിനെ ഓൺ ചെയ്യാന്ന് പറയും. സബ്ജക്ട് ബൈ ഹാർട്ട് പഠിച്ച് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സബ്ജക്ട് നമ്മുടെ അല്ല. സബ്ജക്ട് വന്ന് നമ്മളുടെ ഉള്ളിലേക്ക് കയറി ഈ സബ്ജക്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ് സബ്ജക്ട് നമ്മുടെ ആവുള്ളൂ. സോ വിച്ച് വൺ ഇസ് ദാറ്റ്? ഇറ്റ് ഈസ് സിമെട്രി.
So we have two half-filled അല്ലെങ്കിൽ fully filled. Sorry, half-filled and fully filled. More stable because of exchange energy and symmetry. Symmetry of what? Symmetry of electron clouds. Symmetry of electron clouds എന്ന് പറയുമ്പോൾ ഇതിനൊരു ഉദാഹരണം ഇപ്പൊ നമ്മൾ D5 നോക്കിയെന്ന് വിചാരിക്കും. ഇപ്പൊ D5 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആണ്. നമ്മൾ ഇങ്ങനെയാണല്ലോ D5 എഴുതുക. ഇറ്റ്സ് സിമെട്രിക് എന്ന് പറഞ്ഞപ്പം ഒരു കുട്ടി എന്നോട് പറഞ്ഞതാണ് അവരുടെ ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇത് ഇതിന്റെ സെന്റർ വെച്ച് കമ്പയർ ചെയ്താൽ ഈ സൈഡും ഈക്വൽ ആണ്. because സെന്ററിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, രണ്ട് സൈഡിലും 2 ഇലക്ട്രോൺ വെച്ചിട്ട്. ഇങ്ങനെയാണ് സിമെട്രി എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെയല്ല സിമെട്രി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. സപ്പോസ് യു ആർ ഹാവിങ്, ഞാൻ പിയുടെ എക്സാമ്പിൾ എടുക്കാം. ഇമാജിൻ P3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ 3 ആക്സിസ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ we are having Px here, Py here and Pz here. P3 എന്ന് പറഞ്ഞാൽ ഇതില് ഈ ആക്സിസിൽ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, എക്സ് ആക്സിസിൽ ഉണ്ടായിരിക്കും, അതുപോലെ Z ആക്സിസിൽ ഉണ്ടായിരിക്കും. Which means around nucleus the electron clouds are uniformly distributed and this gives some extra stability to the system. Whereas P2 ആണെന്നുണ്ടെങ്കിൽ ആലോചിച്ചു, ഒന്നുകിൽ എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ വൈ ആക്സിസിൽ, സോറി എക്സ് ആക്സിലും വൈ ആക്സിസിലും അല്ലെങ്കിൽ എക്സ് വൈ എക്സ് സൈഡ് ഓർ വൈ സൈഡ് ഒരു സ്പേസ് എന്ന് പറയുന്നത്, ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഇല്ലാതെ കിടക്കും. ഇൻ ദാറ്റ് ഏരിയ ദ ന്യൂക്ലിയർ റിപ്പൾഷൻ ഈസ് നോട്ട് എഫിഷ്യന്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പൊ ആ ഒരു സെൻസിലാണ് അവിടെ സിമെട്രി എന്നുള്ള ടേം. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഫുള്ളി ഫിൽഡ് ഹാഫ് ഫിൽഡ് സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് എക്സ്ചേഞ്ച് എനർജി ആണ്. മറ്റൊന്ന് ഏതാണ്? സിമെട്രി ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ്സ് ആണ്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ് നമ്മൾ ഇന്നിപ്പം മോഡെന്ന് വൈൻഡപ്പ് ചെയ്യാണ്. പ്രോബ്ലംസ് ചെയ്യാന്ന് പറഞ്ഞാൽ നത്തിങ്. ഇതിനെപ്പറ്റി എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഉണ്ടാക്കി തരാവുന്നതേ ഉള്ളൂ. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ക്ലാസ് ഡിസ്കഷൻ പ്ലസ് പ്രോബ്ലംസ് ഈ രീതിയിലായിരിക്കും വർക്ക്ഔട്ട് ചെയ്യുക. ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നമ്മൾ അടുത്ത ക്ലാസ് ഓർഗാനിക് കെമിസ്ട്രി ക്ലാസ് ആണ്. അത് കഴിഞ്ഞാൽ സൺഡേ മുതൽ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. അഡ്മിഷൻ ഫോം ഇന്ന് ഈവനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫീൽ free to do the admission form. Fee payment endilanu varullo, otherwise I'll get back to you. Okay, as we all know nammude fees ennu parayunnathu 5,000 maatrame ullu for the starting. Then adutha fee payment February endile varullo, so we have enough time in the middle. പിന്നെ എന്താ പറയുക, there are some institute നിങ്ങൾ എപ്പോഴും ആദ്യം തന്നെ കുറെ ഫീസ് മേടിച്ച് വെച്ച് നിങ്ങളെ ട്രാപ്പ് ചെയ്യുന്ന പരിപാടിയൊന്നും നമ്മൾ ചെയ്യൂല. We are not at all interested in that. പിന്നെ എന്താ പറയുക, ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ എന്താ പറയുക ഇത് തല്ലിപ്പൊടി ക്ലാസ് ആണെന്ന് പറഞ്ഞ് ഇറങ്ങി പോവില്ല എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ബിക്കോസ് we are maintaining that kind of quality here. Okay, so that's all for today. Thank you very much and have a good night.